നിന്നോട് ചോദ്യം ഇല്ല. നിനക്ക് 210. നീ ആലോചിക്കണ്ടോ? നീ ബിസ്ക്കറ്റ് കഴിച്ചു. ഞങ്ങളുടെ നാട്ടിലെല്ലാത്തിനും എന്നാ മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല. എന്തുവാ അതെന്തുവാടെ? ഈ കൈ കൊണ്ട് നിന്നെ മുട്ട് പിടിക്കാൻ നീ പറയണ്ട. ജനുവരിയുടെ സ്പെല്ലിംഗ് പറ. JANURY. JANUVARY. അങ്ങനെയൊക്കെ എനിക്ക് പറയുള്ളൂ. എനിക്ക് 1 2 3 4 വട്ടാണല്ലേ? പാപ്പം വേണമ്മ. കൈ മാറ്റു. ക്യാമറ കിട്ടണം. കുഴപ്പമില്ലല്ലോ. അപ്പൊ നമുക്ക് ഗെയിം സെക്ഷനോട് പോവാം. കുട്ടി കുട്ടി ക്വസ്റ്റ്യൻസ് ആണ്. ഓരോരുത്തർക്കും ഓരോ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ക്യാമറ ടീംസിന്റെ സപ്പോർട്ട് വാങ്ങിക്കാം. ഓക്കെ. അപ്പം ഈ നമ്മൾ പണ്ട് കാലത്തൊക്കെ കടങ്കഥ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ സംഭവങ്ങളാണ്. അതായത് ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, എന്നാലും ഞാൻ പറയാം. ഇത് നിന്നോടാണേ. തവളയുടെ മുന്നിലുണ്ട്, കഴുതയുടെ പുറകിലുണ്ട്. തവളയുടെ മുന്നിലുണ്ട്, കഴുതയുടെ പുറകിലുണ്ട്. നിന്നോട് ചോദ്യം ഇല്ല. നിനക്ക് ബുദ്ധി. ഞാൻ ആലോചിച്ച് എവിടേക്കോ എത്തി. അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ അടുത്ത നിന്നോടാണേ. ഒരു ചായക്കടക്കാരൻ ഒരു ദിവസം 210 ചായ ഉണ്ടാക്കി. അതില് ചിരിക്കല്ലേ പോണത്. അതിലുണ്ടല്ലോ ഒരു ചായയില് പല്ല് വീണ് ചീത്തയായി പോയത്. ബാക്കി എത്ര ചായ ഉണ്ട്? 209. ഒന്നും കൂടെ ആലോചിക്കാം. 210 ചായ ഉണ്ടാക്കി. അതിൽ ഒരെണ്ണത്തില് പല്ല് വീണു. ബാക്കി എത്ര ചായ ഉണ്ട്? നീ മിണ്ടരുത്. ബിസ്ക്കറ്റ് കൊടുത്തേ. അതിന് ഒഴിവാക്കിയില്ലേ ഒന്നിനെ? ഒരു ചായ ഒഴിവാക്കിയില്ലേ? ആ പല്ല് വീണപ്പോ ഒരു ചായ എടുത്ത് കളഞ്ഞു. കുടിച്ചോ അത്? പറഞ്ഞോ. അണ്ണാ പറയണം. പറയണല്ല, ക്ലൂ കൊടുക്ക. അത്രയും മതി. ക്ലൂ പറയണം. അല്ലടാ ഉണ്ടാവില്ല. പിന്നെ തമാശ കളിക്കല്ലേ. പറ. അധികം സമയമൊന്നും ഇല്ലാട്ടാ. നീ മിണ്ടരുത്. ഇത് കുഴച്ച് ക്വസ്റ്റ്യന്. 210 കണക്കറിഞ്ഞൂടെ? 210 ചായ. അതിൽ ഒരു ചായയില് പല്ല് ചിരിക്കല്ലേ? ഒരു ചായയില് പല്ല് വീണു. ലാസ്റ്റ് ആണ് കേട്ടോ. 209 ഞാൻ പറഞ്ഞു. ഉറപ്പല്ലേ? 210 മാറ്റി വെച്ച് 209. സെക്കൻഡ് കോൾ, തേർഡ് കോൾ. 210. അതായത് 9 ഇരുന്നിട്ട് 110. ആരാ ക്വസ്റ്റ്യൻ? ഇത് ലാസ്റ്റ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാട്ടാ. ഇതുപോലത്തെ സാധനല്ലേ? ഒരെണ്ണം ഉണ്ട്. അടുത്തത് ഒരു പീക്കോക്ക്. അവിടെ അല്ലേ? അവിടെയാണ്. ഇവളത് പറയും. അറിഞ്ഞോ? പക്ഷെ ഞാൻ ടൈറ്റ് ആയിട്ട് ചോദിക്കാം. ഒരു റൂമിലാണ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യും, ഒട്ടും സ്പേസ് ഉണ്ടാവില്ല. ഈ സംഭവം ഒരു റൂമില് ഫുള്ളായിട്ട് ഫില്ലാവും, ഒരു തരി പോലും സ്പേസ് ഉണ്ടാവില്ല. ആ സംഭവം എന്താ? മസാലോഷേ. അല്ല, ആ സംഭവം എന്താണോ? അതെന്താ? ഇവരോടൊക്കെ ചോദിക്കാം, ഹെൽപ്പ് ചോദിക്കാം. ആക്രി കൊണ്ട് ഫില്ല് ചെയ്യണ കാര്യല്ല. കാറ്റോ? എയർ. ഇവരുടെ ഉത്തരം എടുക്കണമെങ്കിൽ എടുക്കാട്ടോ. ഉത്തരം പറഞ്ഞു. എയർ അല്ലേ? അപ്പൊ എന്നോടാണോ ചോദിക്കുന്നത്? ഒന്നില്ലെങ്കിൽ ആണെന്ന് പറയാ, അല്ലെങ്കിൽ എയർ. ഉറപ്പിച്ചോ? അപ്പൊ അല്ല, ഉറപ്പിച്ചോ ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു റൂമില് ഫുള്ള് ഫില്ല് ചെയ്യും, ഒട്ടും സ്പേസ് ഉണ്ടാവില്ല. ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചിരിക്കുക, ആലോചിക്കും മനുഷ്യ. അവിടെ ഒരു റൂമില് ഫുഡ് ഫില്ല് ചെയ്യണം. റൂമില് ഫുള്ള് ഫില്ല് ചെയ്യും, പക്ഷെ സ്പേസ് ഇല്ല. മൂക്കില്. തോറ്റാ? നീ തോറ്റാ? തോറ്റാ. ലൈറ്റ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റില്ലേ? സ്പേസ് ഉണ്ടാവില്ല പറഞ്ഞു. എടാ മണ്ട, ഇതിനകത്ത് ഇപ്പൊ ഫുള്ള് ലൈറ്റ് ഇല്ലേ? ലൈറ്റില്ലാത്തൊരു ഭാഗം കാണിച്ചാ ബിസ്ക്കറ്റ് കഴിക്കി, 2.5 കൂടി കഴിക്കി. എന്നോട് ചോദിച്ചോളാം. ഇനി അടുത്ത സിമ്പിൾ ആണ്, ആക്കിരി പീക്കിരി ക്വസ്റ്റ്യൻ ആണ്. ഡിക്ഷണറിയിൽ ഈ വാക്ക് എപ്പോഴും തെറ്റായിരിക്കും. നീ ആലോചിക്കണ്ടോ? നീ ബിസ്ക്കറ്റ് കഴിച്ചു. എപ്പോഴും തെറ്റായിരിക്കുന്ന എപ്പോഴും അവരോട് ചോദിക്കാൻ വാക്ക് എപ്പോഴും തെറ്റായിരിക്കും. തെറ്റ്. ഡിക്ഷണറിയിൽ എപ്പോഴും ഈ വാക്ക് തെറ്റായിരിക്കും. തെറ്റുന്നാ? തെറ്റല്ലേ? എന്താ ഞാൻ പറയാ ഇതിനൊക്കെ? ഇംഗ്ലീഷ്. സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ. അവിടുന്ന്
എന്നല്ലേ സത്യമായിട്ട് ഇങ്ങനെ ഉൾട്ടാൻ വേണ്ടി ക്വസ്റ്റ്യൻ ചോദിക്കാൻ എനിക്ക് അറിയില്ല. പറയണോ? ചേച്ചി ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പാസ്. എക്സോ എന്നിട്ട് പോട്ടെ എന്നാലേ ബിസ്ക്കറ്റ് റോങ് ആണോ? സി നിങ്ങൾ സപ്പോർട്ടേഴ്സ് ആണ്, ഇവനാണ് കൺഫേം പറയേണ്ടത്. നീ പറ. നീ പറയാന്നാ നീ പറ. എന്നാ എന്റെ ഉത്തരം റോങ്. ഉറപ്പാണോ? പണിഷ്മെന്റ് ആണ് തെറ്റി കഴിഞ്ഞാ അന്യായ പണിഷ്മെന്റ്. ഇല്ല ഈ ബ്രെയിൻ അത്യാവശ്യം ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും രണ്ടെണ്ണമെങ്കിലും പറയാം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ട് ക്വസ്റ്റ്യൻ ഞാനാ എന്താണ് മറ്റേ എന്താ തവളയും എന്നാ മുറ്റത്ത് ചെപ്പിന് അടപ്പില്ല എന്തുവാ? പറയടാ മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല. എന്നതാണേലും പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും പറ. ഞാൻ ടഫ് ചോദിക്കണമെന്നല്ലേ പറഞ്ഞ പറ. സ്റ്റെപ്പ് എടുക്കുന്നു, മൈക്കിൾ ജാക്സൺ ടാങ്ക് കലക്കുന്നു, കുടിക്കുന്നു. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഒക്കെ പറ്റില്ല കേട്ടാ. വേഗം പറ. എന്താ അത് ക്ലൂ ഇല്ലല്ലോ. ഞാൻ പറയണോ? ചേച്ചി നോക്കട്ടെ. ഇവൻ എന്തോ ഒന്നും പറയാത്ത ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഞാൻ നോക്കാറില്ല. കിണറ്. പിന്നെ പറ അമേരിക്കൻ പ്രസിഡന്റിന്റെ പേര്. ഓ ബുഷ്. അല്ല ടഫ് പറ്റില്ല, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പറ്റില്ല. ബുഷ് ബുഷ് ബുഷ്. വീട് ബുഷ്. അപ്പൊ തോക്കുകയാണ്, നീ ഫുള്ള് തോറ്റിരിക്കുകയാണ്. പിന്നെ നേരത്തെ വേണമെങ്കിൽ ചെറിയൊരു ഹെൽപ്പ് കൊടുക്കാം, അത് സപ്പോർട്ട് ചെയ്തതാണ്, എന്നാലും റോങ് ആണ്. അതെ സപ്പോർട്ട് ചെയ്താൽ മതി, ക്ലൂ കൊടുത്താൽ മതി, വാരിക്കേറി ആൻസർ കൊടുക്കണ്ട. അടുത്തത് ഇവനോടാണേ, ഇവനൊരു ചാൻസ് കൊടുക്കാം. മിണ്ടരുത് ഒറ്റെണ്ണം. ഓക്കെ, അതായത് ഒരു പീക്കോക്ക്. ആ പീക്കോക്കിന്റെ സ്വന്തം വീട് സ്മിത്തിന്റെ വീടാണ്. സ്മിത്തിന്റെ വീട്. പക്ഷെ ജോണിന്റെ വീട്ടിൽ പോയിട്ട് മുട്ടയിട്ടു. അപ്പൊ സ്മിത്തന്റെ ആണോ മുട്ട, ജോണിന്റെ ആണോ മുട്ട? മയിലിന്റെയോ? പീക്കോക്കല്ലേ മുട്ടയിട്ട്. അപ്പൊ സ്മിത്തിന്റെ അല്ല ജോണിന്റെ അല്ല, മയിലിന്റെ ആയിരിക്കും. എപ്പോഴാണ് പീക്കോക്ക് മുട്ടയിട്ടേക്കണം മണ്ട? പീക്കോക്ക് മുട്ടയിടില്ല. എന്റെ പെണ്ണിന്റെ പേര് എന്തായിരുന്നു? ആര് പറഞ്ഞു പീക്കോക്ക് മുട്ടയിടില്ലാന്ന്? പീക്കോക്ക് ആണാണ്, പീക്കോക്കിന്റെ പെണ്ണിന്റെ പേര് വേറെയാണ്. ഞങ്ങളുടെ നാട്ടിൽ എല്ലാത്തിനും മയിലെന്ന് വിളിക്കുക. ഞങ്ങളുടെ നാട്ടിൽ ആൺമയിലെ കണ്ടാലും പെണ്ണുകൾ അതാ മയില് പോലും. പീക്കോക്ക് ആണാണ്, മനസ്സിലായ? എന്താലേ ആൻസർ പറഞ്ഞാലും നമ്മള് തെറ്റില്ല. പക്ഷെ മുട്ട പീക്കോക്കിന്റെ അല്ല, കാരണം അങ്ങനെ ഒരു മുട്ട ഇല്ല. ഇനി എന്തോ ക്വസ്റ്റ്യനാണ് അത്. സിമ്പിൾ അല്ലേ, നൈസ് അല്ലേ, പിന്നെ എന്റർടൈനിങ് അല്ലേ? വളരെ. ഇനി നിന്നോട് ഞാൻ ഒരു കാര്യം ചോദിക്കാം. ചാറ്റ് ജിപിടി എങ്ങോ നോക്കി ഇട്ടിക്കും ഞാൻ. അല്ലെങ്കിൽ ഇവരിപ്പോ നമ്മുടെ നാട്ടില് അതിനെ കണ്ടെന്താ പറയാ? മയില് അല്ലേ? അത് ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ നമ്മളെന്താ പറയാ? അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പൊ മനസ്സിലായില്ലേ, പീക്കോക്ക് മുട്ടയിടില്ല. ഇനി വേറൊരു കാര്യം, ഇതിലെങ്കിലും ആൻസർ പറയണം. എടാ കൈയുണ്ട്, ക്ലാപ്പ് അടിക്കാൻ പറ്റില്ല. കൈയുണ്ട്, അതെന്തുവാടേ? പറയ്. ഇവൻ ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്, ഇത് കുറച്ച് ടൈറ്റാ, ടഫാ. വേഗാട്ടെ. എടാ സിമ്പിളാ. കൈയുണ്ട്, ക്ലാപ്പ് അടിക്കാൻ പറ്റത്തില്ല. ക്ലൂ ചോദിക്കാൻ ഇവരോട് വേണമെങ്കിൽ സഹായം പറയോ? ക്ലൂ മാരിയമ്മ. പ്രതിഭ. തദാസ്തു. നീ അവിടെ അങ്ങനെ തന്നെ ചാരി ഇരുന്നോ? എന്റെ മതിയുടെ ഇങ്ങനെയാണ് ഞാൻ മാരിയമ്മനെ. തുമ്പിക്കൈയാണ്. തുമ്പിക്ക ഞാൻ എന്തോ അല്ല, ക്ലോക്കിന്റെ സെക്കൻഡ് സൂചിയും ഫസ്റ്റ് സൂചി ഇല്ലേ, അവർക്ക് ക്ലാപ്പ് ചെയ്യാൻ പറ്റില്ല. അടുത്ത ചോദിക്കട്ടെ, നിന്നോടാണ്. ഇത് ഒരിക്കലും നമുക്ക് എഴുതിയവനെ കൺഫ്യൂഷൻ അല്ലല്ല, അത് വ്യക്തമായിട്ട് ചോദിച്ചിട്ട് തന്നെ നീ പറയണത്. ചോദിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ ചോദിക്കണത്. അതായത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കാൻ പറ്റും, ബട്ട് നെവർ ഇൻ റൈറ്റ് ഹാൻഡ്. ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കാൻ പറ്റും, റൈറ്റ് ഹാൻഡിൽ പിടിക്കാൻ പറ്റില്ല. ഇത് എനിക്ക് വേണം വെച്ച് തരുന്ന ക്വസ്റ്റ്യൻസ് ആണ്.
അത് 2 കൊണ്ട് ആക്കാൻ പറ്റുമല്ലോ. എന്നാ പിന്നെ പുഷപ്പ് എടുത്താ പോരെ. ഇന്ന് ഇവര് ആരില്ല തുടക്കം തൊട്ടേ ഇങ്ങനെ സപ്പോർട്ട് കിട്ടി. നീ ഒറ്റയ്ക്ക് പറ. വളരെ സിമ്പിൾ ആണ്. പിടിക്കാൻ പറ്റില്ല, റൈറ്റ് ഹാൻഡിൽ പിടിക്കാൻ പറ്റില്ല. എന്താ കാറ്റ് വേണോ? അല്ലല്ലോ. ഇവരാരും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. കണ്ണിപ്പൊടി പോവും. കണ്ണ് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പിടിച്ചോണ്ടാ നീ നടക്കണ കണ്ണ്. എടാ നീ ആവശ്യമില്ലാണ്ട് ഇവിടെ തുടരല്ലേ. ഞാൻ ഉത്തരാന്ന് പറഞ്ഞിട്ട് പറയും. ഭയങ്കര സിമ്പിൾ ആണ്. ഇതില് ക്ലൂ തരാൻ പറ്റത്തില്ല. ഞാൻ കൊറേ ക്ലൂ തരുന്നു. അത് ആർക്കും പറ്റത്തില്ല. ആർക്കും പറ്റില്ല. കേട്ടിട്ടുണ്ട്. പിന്നെ അവള് കേട്ടുണ്ടാവും. ആയിക്കോട്ടെ. ഞാൻ സത്യം പറയും, ഈ കുഞ്ഞു കഥകളല്ലേ ഈ മറ്റേ കഥ. പിന്നെ അങ്ങനെ വലിയ നമ്മള് മറ്റേ ഓടുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ഇത് വല്ലാത്ത ക്വസ്റ്റ്യൻ ചേച്ചി. തോറ്റാ? തോറ്റ്. എന്താ റൈറ്റ് ഹാൻഡ്. ഇത് മുട്ട് ഇത് ലെഫ്റ്റ് കൈ. ഇതില് ഈ റൈറ്റ് കൈ കൊണ്ട് എൽബോ പിടിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. നീ റൈറ്റ് ഹാൻഡ് നിന്റെ മുട്ടൊന്ന് പിടിച്ചേ. റൈറ്റ്. എടാ ഈ കൈ കൊണ്ട് നിന്റെ മുട്ട് പിടിക്കാൻ. അങ്ങനെ ഇപ്പുറത്തെ കൈ പിടിക്കാൻ പറ്റും. ചില ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ ആ കൈ തന്നെ. ഞാനതാ പറയുന്നത്. ആ കൈ തന്നെ ഇങ്ങനെയൊക്കെ ആക്കിട്ട് ഇങ്ങനെയൊക്കെ വളർത്തിട്ടൊക്കെ ഒരു ടീമുകളുണ്ട്. ഇത് സിമ്പിൾ ആണേ. അതെനിക്ക് അല്ല സിമ്പിളാ. നിന്നോടാണ് ഇതിലെങ്കിൽ ഒന്ന് പറ ഒരെണ്ണം. അവള് ടോപ്പ് ഒരെണ്ണം പറഞ്ഞു. ഞാൻ ഒരെണ്ണം പറഞ്ഞു. ഒന്നേ. അവള് ഒരെണ്ണം ഒന്നല്ല. താ പറഞ്ഞു. പിന്നെ വേറെന്താ പറഞ്ഞത്? ഒരെണ്ണം കൂടെ പറഞ്ഞായിരുന്നു. മറ്റേ ഇത് ഞാൻ എനിക്ക് അറിയായിരുന്നു. ഞാൻ പറയിപ്പിച്ചില്ല. രാത്രി വരും രാവിലെ പോകും. ആർക്കും പിടിക്കാൻ പറ്റില്ല. തങ്കമ്മ ചേച്ചിന്നൊന്നും പറയരുത്. രാത്രി വരും രാവിലെ പോകും. ആർക്കും പിടിക്കാൻ പറ്റില്ല. സിമ്പിൾ. പ്രകാശം. ഓഹോ, അത് ശരിയല്ലേ? പിന്നെ നീ പ്രകാശത്തെ പിടിക്കാൻ പോവല്ലേ? അതിനെ പിടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞേ. രാത്രി വന്നിട്ട് രാവിലെ പോകും. അപ്പൊ രാവിലെ എന്താണ് നീ എവിടെ ടോർച്ച് കത്തിച്ചാണോ നടക്കണത്? വാവോ? രാത്രി വരും. വാനമ്പാടി. രാത്രി വരും. രാത്രി വരും രാവിലെ പോകും. ആർക്കും പിടിക്കാൻ പറ്റില്ല. റോക്കറ്റാ? എന്തോന്ന്? രാത്രി വരും രാവിലെ പോകും. ബോംബോ? മോമോയാ? ബോംബോ. ഇത് ചന്ദ്രൻ. ഏതപ്പുറത്തെ വീട്ടിലെ ചന്ദ്രൻ. രാത്രി വരും രാവിലെ പോവും. ആർക്കും പിടിക്കാൻ പറ്റില്ല. പറയണോ? എനിക്ക് തോന്നി ആള് രാവിലെ അടിച്ച് പുലർച്ചെ കയറി വീട്ടിക്ക് വരിക. രാവിലെ അടിക്കും പിടിക്കാണ് പോവും. ആകെ ആളെ കാണാൻ കിട്ടുന്ന ജപാൻ കയ്യിലോ. അതുണ്ടല്ലോ, നമ്മൾ ഇന്റർവ്യൂല് ഈ കാര്യത്തെ പറ്റി സംസാരിച്ചായിരുന്നു. അതിക്കുള്ളിൽ ക്ലൂ എനിക്ക് കൊടുക്കാൻ ഇന്റർവ്യൂലാ ഒരു ലോഡ് സംസാരിച്ചിട്ട് ആലോചിക്ക്. എന്താ രാത്രി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഇത് റിലേറ്റഡ് ആയിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യനാ? അപ്പൊ നീ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. നീ പറയാൻ പറ്റില്ല. രാത്രി വരും രാവിലെ. എന്നെ തെറ്റിക്കും. രാത്രി വരും രാവിലെ പോകും. ആർക്കും പിടിക്കാൻ കഴിയില്ല. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ ക്വസ്റ്റ്യൻ ആണോ അതോ കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ ക്വസ്റ്റ്യൻ ആണോ? അല്ലടാ, ഇനിയിപ്പോ ഭാര്യ പ്രസവിക്കാൻ നിൽക്കുന്ന സമയത്ത് ഭർത്താവിനോട് ചോദിക്കണേ എന്ന് പറയാ ഞാൻ. പറയാനുള്ള ക്വസ്റ്റ്യൻ ആടാ. ഭാര്യ പ്രസവിക്കാൻ കയറുമ്പോ രാത്രി വരും രാവിലെ ഭർത്താവ്. നീ നേരെ പറയടാ. കൂത്തിരി ഒന്നല്ല. കൂത്തിരിയും കമ്പിത്തിരിയും അല്ലല്ലോ. വെളിച്ചമല്ല. രാത്രി മുകളിലെന്താ കാണുക? നിലാവ്. രാത്രി ആകാശം നോക്കുമ്പോ നിലാവല്ലേ കാണുക? എന്ത് നിലാവ് കാണുമോ നീ? അമാവാസി നീ എന്തോ കാണും നിലാവ്? കറുത്തവാവ്. ഏടോ ഇത്രയൊന്നും കോംപ്ലിക്കേറ്റ് ആക്കണ്ട. ഭയങ്കര സിമ്പിൾ ആണ്. പക്ഷെ ഞാൻ ചിന്തിച്ച് മറ്റേ നിന്റെ ഡ്രീം എന്താണ്? ഡ്രീം ആണ് സിനിമയിൽ കയറണം. എപ്പോഴാ ഡ്രീം കാണാറ്? ഉറങ്ങുമ്പോ. ഉറങ്ങണ എപ്പോഴാ? നമ്മള് കണ്ണു തുറന്ന് സ്വപ്നം കാണില്ലേ? ഞാൻ ചോദിച്ചത് രാത്രി വരെ രാവിലെ പോകും എന്നതാ സ്വപ്നമാണ്. നീ ഇതിനാണോ ഇങ്ങനെ കറക്കിയത്? ഇവന്റെ അടുത്ത് ക്ലൂ ചോദിക്കാൻ എന്നും ചന്ദ്രൻ വരത്തില്ല. എന്നിട്ട് എല്ലാ ദിവസവും ചന്ദ്രൻ വന്ന് സല്യൂട്ട് അടിച്ചിട്ട് പോവാ. എന്നും വരുന്ന ഒരു സാധനം. ഞാൻ എന്താ പറഞ്ഞ? രാത്രി വരും രാവിലെ പോവാൻ. ആർക്കും പിടിക്കാൻ പറ്റില്ല. സ്വപ്നം. ചന്ദ്രനെ ആർക്കും പിടിക്കാൻ പറ്റില്ല. പക്ഷെ മറ്റേ എന്താണ് മറ്റേ സാധനമുള്ള സമയത്ത് ചന്ദ്രൻ. അമാവാസി ചന്ദ്രനില്ല. മഴയുള്ള സമയത്തും ചന്ദ്രനെ വരത്തില്ല. അതെ, അത് വേണ്ട. നമുക്ക് ക്യാമറ ഓഫ് ചെയ്തിട്ട് ഇത് നിനക്കാണേ. 2 ദിവസം കൊണ്ടുള്ളൂ. മൂക്കില്ല വായില്ല തീ കത്തും.
മൂക്കില്ല വായില്ല തീ കത്തും. നീ ആലോചിക്കണ്ട. തീപ്പെട്ടി. അതിന് സിഗരറ്റൊന്നും കൂടി പറ. തീപ്പെട്ടി അല്ല, തീപ്പെട്ടി അല്ല. അല്ല, മൂക്കില്ല വായില്ല തീപ്പെട്ടി അല്ലേ? മൂക്കില്ല വായില്ല, മറ്റേ കോല് മാത്രമല്ലേ ഉള്ളൂ. മാച്ച് ബോക്സിന്റെ സ്റ്റിക്കിനെ തന്നെ മറ്റേ ഇതിനുള്ള ഒരമ്മ എന്തോ ഒരു കടങ്കഥ ഉണ്ട്, അങ്ങനെ മരിച്ചതെല്ലാം ഇങ്ങനെ അങ്ങനെ എന്തോ ഒരു കടങ്കഥ ഉണ്ട്. അതിനെ ഹെഡായിട്ട് നോക്കുന്നുണ്ട്. അതല്ല. വായില്ല തീ കത്തും. വേഗം ആവട്ടെ, എനിക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നിർത്തി. നിങ്ങൾ പറഞ്ഞോളൂ. അല്ല, നീ പറഞ്ഞോളൂ. ദേവു നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? തോറ്റോ? നിങ്ങൾക്ക് ആർക്കും അറിയോ? ഇല്ലല്ലോ. വിളക്ക്. മൂക്കില്ല വായില്ല തീ കത്തും. ഇതിന് ഭയങ്കര അന്താരാഷ്ട്ര പ്രശ്നമായിട്ടൊന്നും കാണണ്ട. അങ്ങനെ ബുദ്ധിയുള്ള പറയാൻ ആൾക്കാര്. അതിന് എന്തുകൊണ്ടാ കത്തിക്കണെന്നല്ല ഞാൻ ചോദിച്ചത്. പതിയുണ്ടോ ഇതൊക്കെ? പതിയുണ്ടോ? പതിയുണ്ടല്ലേ? അത് മാത്രം ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേ. എനിക്ക് ക്ലൂ തരണം. വലിയ ക്ലൂ തരും. എനിക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ എല്ലാവർക്കും ക്ലൂ തരും. അല്ലല്ല, നീ ഇപ്പൊ ഉണ്ടാക്കണ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇല്ല, ഉറപ്പായിട്ട്. ജനുവരിയിലുണ്ട്, ഫെബ്രുവരിയിൽ 2 പ്രാവശ്യം ഉണ്ട്, ജൂണിലും ജൂലൈയിലും ഇല്ല. ഫെബ്രുവരി ഉണ്ട്. ഞാൻ പറയണോ? വേണ്ട, ഇവൻ ഒരെണ്ണമെങ്കിലും ഒന്ന് ഞാൻ എന്താ പറഞ്ഞത്? ജനുവരിയിലുണ്ട്, ഫെബ്രുവരി 2 പ്രാവശ്യം ഉണ്ട്. നീ പറയണ്ട. ജൂണും ജൂലൈയിലും ഇല്ല. വേണമുണ്ടല്ലേ? ഇപ്പൊ പറയാം. ഞാൻ പണിഷ്മെന്റ് തരൂട്ടാ. ഞാൻ പറഞ്ഞു കൊടുത്തില്ല. ഇവനൊക്കെ കൂടോത്രം കണ്ണി തൊടും. ഞാനാ പാർട്ട്ണറെ, ഞാൻ സാലറി കട്ട് ചെയ്യും. എന്താ പറയാ, കിൻഡർഗാർട്ടൻ പിള്ളേരെ വരെ പഠിപ്പിക്കുന്ന സാധനമാണ്. മോളോട് ചോദിച്ചാ മോള് പറയുമല്ലോ. എന്ത് ചെയ്യാൻ നമ്മളെങ്ങനെ ആണിയോ? ആണിയും വെച്ചിട്ട് എന്തോ ആണ്. ഫസ്റ്റ് അക്ഷരം പറയും. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ എടുക്കും. അറിയില്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നില്ല. ആദ്യത്തെ അക്ഷരം ലാസ്റ്റത്തെ അക്ഷരം ഒക്കെ പറഞ്ഞു തരും. ഇത് ആകെ ഒരു അക്ഷരമുള്ളൂ. അത് ഞാൻ പറഞ്ഞ പിന്നെ ആൻസർ ആയില്ലേ? എടാ, ജനുവരിയിലുണ്ട്, ഫെബ്രുവരി 2 പ്രാവശ്യം ഉണ്ട്, ജൂണിലും ജൂലൈയിലും ഇല്ല. സിമ്പിൾ അടാ. തിങ്ക്. ഇതിപ്പോ ഫൈൻഡ് അപ്പ് ചെയ്യേണ്ട സാധനം. ജനുവരിയുടെ സ്പെല്ലിംഗ് പറ. ജനുവരി. അതെങ്കിലും അറിയണേ എന്റെ ദൈവമേ. മര്യാദക്ക് പാസ്സായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. അല്ല, ജനുവരിയുടെ സ്പെല്ലിംഗ് പറ. JANUVARY. അങ്ങനെ എനിക്ക് പറയുള്ളൂ. ടെൻഷൻ സ്പെല്ലിംഗ് പറ. JAN. ബാക്കി പറ. ജനുവരി. JANURY. അപ്പൊ എ അവിടെ പോയി. ARY. JANUARY അല്ലേ? ഇനി ഫെബ്രുവരിയുടെ സ്പെല്ലിംഗ് പറ. FEBE. മൊത്തം തെറ്റിക്ക. എനിക്ക് ടെൻഷൻ ആവണമെന്ന് ഇവരൊക്കെ പറയുമ്പോ ഇങ്ങനെയൊക്കെ. സമാധാനത്തിൽ പറ. ഫെബ്രുവരി സ്പെല്ലിംഗ് പറ. ജനുവരി പറഞ്ഞില്ലേ, ഫെബ്രുവരി പറ. ജനുവരി, ഫെബ്രുവരി. വരിയിൽ നിക്കാതെ ഉത്തരം പറ കൊച്ചു. വരി. അയ്യോ, വരിയോ? എനിക്കിത് മനസ്സിലാവും. ഒന്ന് പറഞ്ഞു തരുന്നു. എനിക്ക് ടെൻഷൻ. ഞാൻ വല്ല ഹോട്ട് സീറ്റിൽ ഇരുന്ന് പറയണ പോലെ. തോറ്റോണ്ട് നിനക്ക് പണിഷ്മെന്റ് ഉണ്ട്. തോറ്റ് പണിഷ്മെന്റ് ചെയ്യാം. 6 ജനുവരി, ഫെബ്രുവരി. ജനുവരിയിൽ 1 വർഷം, ഫെബ്രുവരിയിൽ 2 വർഷം, പക്ഷെ ജൂണിലും ജൂലൈയിലും ഇല്ല, 6 ശരി. ഇത്ര എന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു കൊട്ടയിൽ 20 ആപ്പിൾ ഉണ്ട്, ഒരു ക്ലാസ്സിൽ 20 കുട്ടികളുണ്ട്. ഈ 20 ആപ്പിളും 20 കുട്ടികൾ കൊടുക്കണം. ബാലൻസ് കൊട്ടയിൽ ആപ്പിൾ വരണം. ഇപ്പൊ പറയാം. ഇത് ഫോണിൽ പോലും ഉണ്ടാവില്ല ഇവന്റെ ക്വസ്റ്റ്യൻസ്. മനസ്സിലായോ പിള്ളേരെ? ക്വസ്റ്റ്യൻസ് മനസ്സിലായോ? മനസ്സിലായില്ല. മാനം കടത്താതെ ക്ലിയർ ആയില്ല. വൺ മോർ ക്ലൂ വേണം. ക്ലൂ മോനെ, ഇതിന്റെ ആൻസർ നീ പറ. അടുത്ത ഞാൻ തരാട്ടാ. ഇതിന്റെ ആൻസർ പറ. അല്ല, അടുത്തെത്തിയിട്ടുള്ളൂ. കണ്ടിന്യൂ. പറയൂ. കണ്ടിന്യൂ ഇല്ല. ക്ലൂ ഉള്ളു. സിമ്പിൾ. ഒന്നുകൂടെ 8 തരാം ക്വസ്റ്റ്യൻ. ഒരു കൊട്ടയിൽ 20 ആപ്പിൾ ഉണ്ട്, ഒരു ക്ലാസ്സിൽ 20 കുട്ടികളുണ്ട്. ഈ 20 കുട്ടികൾക്കും 20 ആപ്പിൾ കൊടുക്കുമ്പോൾ അവസാനം കൊട്ടയിൽ ആപ്പിൾ വേണം. കൊടുത്തു വെച്ചിട്ടുണ്ടെന്ന് വാങ്ങിച്ചു കൊട്ടയിലേക്ക് ഇടാ. 20 കുട്ടികൾക്ക് ഈ ആപ്പിൾ കൊടുക്കണം.
കൊടുത്തിട്ടില്ല. അവസാനം കൊട്ടയിൽ ഒരു ആപ്പിൾ വരണം. അല്ല, അതും അടുത്തെത്തി. പക്ഷെ പിള്ളേരെ പറഞ്ഞു കൊടുക്കാൻ കിട്ടെ. കൊട്ടയ്ക്ക് ഓട്ട ഉണ്ടായിരുന്ന ഒരു ക്ലാസ്സിൽ 20 കുട്ടികൾ, ഒരു കൊട്ടയിൽ 20 ആപ്പിൾ. ഈ 20 ആപ്പിളും ഈ 20 കുട്ടികൾ കൊടുക്കണം. അവസാനം വരുമ്പോ കൊട്ടയിൽ ഒരു ആപ്പിൾ വരണം. ആ, വെള്ളം വേണ? വെള്ളം വേണ? ചെറുതായിട്ട് പാസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ മോനെ. ആ, കമന്റ് ആൻസർ പറയാം. ഇപ്പൊ നമ്മൾ ഒരു കൊട്ടയിൽ 20 ആപ്പിൾ, ഒരു ക്ലാസ്സിൽ 20 കുട്ടികളുണ്ട്. ഈ 20 ആപ്പിളും 20 കുട്ടികൾ കൊടുത്തു. അവസാനം വരുമ്പോ കൊട്ടയിൽ ആപ്പിൾ വരണം. 19 പേർക്ക് ആപ്പിൾ കൊടുത്തിട്ട് 20ാമത് വരുന്ന കുട്ടിക്കില്ലേ, ആ ആപ്പിൾ കൊട്ടയിൽ വെച്ച് കൊടുക്കണം. കുട്ടിക്ക് ഒരു ആപ്പിളായി, കൊട്ടയിൽ ഒരു ആപ്പിളായി. വെറുതെ തല കൊട്ട പോലെ ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ? കൊട്ടയിലാന്ന് പറഞ്ഞായിരുന്നു. അടുത്തെത്തി ഞാൻ പറഞ്ഞു. ഇനി ഞാനൊരു ഇല്ല, എനിക്ക് നിന്നോട് തന്നെ ചോദിക്കണം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷെ ഇവൻ അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു കുട്ടി 20 കുട്ടികളൊന്നുമില്ല, നമുക്ക് ഒറ്റ കുട്ടിയുള്ളൂ. പൂക്കടക്കാരന്റെ അടുത്ത് പോയി. എന്നിട്ട് എത്ര പൂ വേണം, എത്ര രൂപ വേണം, എല്ലാത്തിനും ഈ കുട്ടി ഒരു പേരാ പറഞ്ഞത്. ഒറ്റ ഒരു ആൻസറാ പറഞ്ഞത്. ഈ കുട്ടിയുടെ അച്ഛന്റെ പേര് വരെ. ഈ കുട്ടിയുടെ അച്ഛൻ വാങ്ങലടാ. പുഷ്പം എന്ന് പറഞ്ഞ പൂവോ? പുഷ്പം. ഓക്കെ, അതായത് എത്ര പൂവാണ്, ഏത് പൂവാണ്, അച്ഛന്റെ പേരെന്താന്നുള്ളതിനൊക്കെ ഓരോ ആൻസറാണ് ഈ കുട്ടി പറഞ്ഞത്. വേണമെങ്കിൽ ഒന്നും കൂടി പറയാം. ഈ നേരത്തെ പറഞ്ഞ മാതിരി ഒരു കുട്ടി പൂക്കടക്കാരന്റെ അടുത്ത് പോകുന്നു. പൂക്കടക്കാരൻ ചോദിക്കുന്നു, എത്ര പൂ വേണം, ഏത് പൂ വേണം, നിന്റെ അച്ഛന്റെ പേരെന്താണ്. എല്ലാത്തിനും ഈ കുട്ടി ഒറ്റ കാര്യം പറഞ്ഞത്. ഇവന്റെ തല തല്ലി ചാവണം അതിനകത്ത്. ആലോചിക്കുന്നത് 10 മണിപ്പൂ. രാത്രി. അപ്പന്റെ പേരാണോ 10 മണിപ്പൂ? അപ്പന്റെ പേരാണോ 10 മണിപ്പൂ? ചേച്ചി, നിങ്ങൾ ഇങ്ങനെ വല്ലാത്ത ക്വസ്റ്റ്യൻ ആട്ടോ ഈ ചോദിക്കുന്നത്. ഒട്ടയം കൊണ്ട് വന്നപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ. അതെ, ഹലോ ഹലോ, നമ്മളൊക്കെ ഒരു ടീമാ. ക്ലൂ കൊടുത്താ മതി, ആൻസർ കൊടുക്കരുത്. പുള്ളി ഇരുന്ന് എത്ര പൂ വേണല്ലേ. എല്ലാത്തിനും കൂടെ ഒറ്റ ആൻസർ ഉള്ളൂ. ആ ആൻസർ ചേച്ചി പറ. തോറ്റാ നീ? തോറ്റ്. 10 റോസ്. എടാ 10 റോസ്. അപ്പന്റെ പേര് 10 റോസ്. കുട്ടിക്ക് 10 റോസപ്പൂ വേണമെന്ന്. ചേച്ചി ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അറിയാം. അപ്പൊ ഇതിനകത്ത് ഇവൻ ഓരോ ആൻസറും പറയാത്തോണ്ട് നമുക്ക് ഇവനൊരു പണിഷ്മെന്റ് കൊടുക്കാം. പക്ഷെ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞിട്ടില്ല, അതിന് വേറെ പണിഷ്മെന്റ് ഉണ്ട്. അത് ഭയങ്കരമായിട്ടുള്ള ഓഫ് സ്ക്രീനിൽ നമുക്ക് പണിഷ്മെന്റ് കൊടുക്കാം. ഇത് ഓൺ സ്ക്രീനിൽ നീ പണിഷ്മെന്റ് ഏറ്റെടുക്കണം. വേറെ ഒരെണ്ണം ഉണ്ടോ ചോദിച്ചാൽ ശരിയാവില്ല. അതും കിട്ടൂല. എനിക്ക് വയ്യ. അപ്പൊ നീ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാ, അയ്യോ അതിനെ എഴുതി വെച്ചത് പേപ്പറും കാണില്ലല്ലോ ദൈവമേ. നീ 5 സെക്കൻഡ്സ് വില്ലനെ പോലെ ചിരിക്കണം. വില്ലനെ പോലെ? ഇത് മറ്റേ വയറോനെ എടുക്കണ പോലത്തെ അല്ല പറഞ്ഞത്. ആ ഒരു ഭാവം കൊടുത്ത് 5 സെക്കൻഡ്സ് വില്ലൻ ചിരിക്കണ പോലെ. വില്ലനെ പോലെ വെച്ചിട്ടാ വില്ലൻ ഇരിക്കണത്. വില്ലൻ ഇങ്ങനെ ഗൗരവത്തോടെ ഇരിക്കോ? ഞാൻ ഇരുന്ന് ചിരിക്കണം. എന്നിട്ട് വില്ലനെ പോലെ ചിരിക്കണം. എന്താലേ വില്ലനാണ് എന്താ അല്ലേ എന്ന് പറയുന്നത്. വില്ലനെ പോലെ ചിരിക്കണം 5 സെക്കൻഡ്സ്. 5 സെക്കൻഡ്. അങ്ങനെയല്ലേ? മറ്റേ ബാലരമ വായിച്ചിട്ടുള്ള അല്ല, വില്ലന്മാര് ബാലരമ വായിക്കും. എന്നാ ബാലരമ വില്ലൻ ചിരിക്ക. ആ ആക്ട് എടുക്ക് പോ. ചിരിക്കണം. ഞാൻ ചേച്ചി നോക്കി വില്ലത്തരം കാണിച്ച് ചോദിച്ചപ്പോഴേ എന്താ രേണുശ്രീ അങ്ങനെ പറഞ്ഞല്ലേ വേണ്ട. എന്നിട്ട് ടാസ്ക് വേറെ ഇട്ടല്ലേ? പുഷപ്പോ ഉള്ളപ്പോ എന്നാ വേറെ തരാം. 10 ഏട്ടെട്. 10 ഏത്തൊക്കെ ഇടണം. ഇങ്ങനെയാ മുട്ടുകൈ ഇവിടെ മുട്ടിൽ കുത്തണം. ഓ സിമ്പിൾ സിമ്പിൾ. അതൊക്കെ ഇടാം. ഇതല്ലേ ഇതല്ലേ? ഓക്കെ ശരി. ഒന്നും കൂടെ. 1 2 3 4 5 6 7 8 9 9 9:30. 9:45 സ്റ്റുഡന്റ് ആണ്. 9:15. ഞാൻ ചോദിച്ചുള്ള ആൻസർ പറഞ്ഞില്ല, അതിനുള്ള പണിഷ്മെന്റ് എന്ത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചതൊക്കെ വലിയ ബഹിരാകാശ ക്വസ്റ്റ്യൻസ് ആണ്. അച്ഛന്റെ പേര് അല്ലേ? 10 മണിപ്പൂ അച്ഛന്റെ പേര്. പത്രോസ് കൊള്ളാം.
10 റോസ് ആണോ 10 റോസ് ആണോ? ഓ തുടങ്ങി. അതിന് അങ്ങനെ നീട്ടണ്ട. അപ്പൊ ഒരു ഗെയിം സെക്ഷൻ കഴിഞ്ഞുട്ടാ. ഇതില് രേണുസൂതിക്ക് ഫുൾ മാർക്കും നമ്മുടെ കലാകാരനായ വളരെ ബുദ്ധിപൂർവമായിട്ട് മുടിയൊക്കെ ഇങ്ങനെ ഫ്രഞ്ച് പോലെ വെച്ചിരിക്കുന്ന പ്രതീക്ഷ. ഇവന്റെ പഴയ ഹെയർ സ്റ്റൈൽ ആയിരുന്നു അല്ലേ? അല്ലേ ദേവു? അതുപോലെ പിന്നെ അടുത്ത സെക്ഷനിലോട്ട് പോവാം. അടുത്ത വെറൈറ്റിയാ. അവിടെ എഴുതി വന്നതല്ലേ. നമ്മൾ നെക്സ്റ്റ് ഗെയിം സെക്ഷനിലോട്ട് പോവാണ്. അപ്പോൾ കഴിഞ്ഞ ഭയങ്കര മനോഹരമായ ബുദ്ധിപൂർവമായ എൻ്റെ ചോദ്യങ്ങൾക്ക് തോറ്റ് വെള്ളം കുടിച്ച് ക്രിഞ്ചായിട്ട് അടുത്ത ഗെയിമിലെങ്കിലും ജയിക്കണമെന്ന് വാശിയോട് കൂടി ഇരിക്കുന്ന പ്രതീക്ഷ തന്നെ നമുക്ക് ആദ്യത്തെ ടാസ്ക് കൊടുക്കാം. ഇത് ഇഷ്ടായോ? നല്ല കളറല്ലേ? ഞാൻ ഇന്നലെ അല്ല പിന്നെ ഞാൻ ഇന്നലെ കഷ്ടപ്പെട്ട് വാങ്ങിച്ചാണ് തൃശ്ശൂർ. ലുക്ക് ഗുഡ് റൈറ്റ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കുറച്ച് സംഭവങ്ങളുണ്ട്. അതെങ്കിലും എന്താണെന്നൊന്ന് ക്ലൂ പറയാമോ? ഇതിന്റെ ഉള്ളില് ഞങ്ങളുടെ നാട്ടില് പെട്ടീൻ്റെ ഉള്ളിൽ കുറെ കേക്കൊക്കെ വരും. ഇങ്ങനത്തെ ക്രിസ്മസ് പാപ്പ. അതെയാ? എന്നാ കേക്കല്ല, അത് ഞാൻ ക്രിസ്മസ് എക്സ്ട്രാ 2 എണ്ണം. ഓണം ആയില്ലടാ അതിനിപ്പുറം. അതെ. അപ്പൊ ഇതിനകത്തുള്ള സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഡൈസ് ഗെയിം എന്ന് പറയും. ഓക്കെ, തുറക്ക്. എപ്പ തുറക്കണോ? ഇത് നമ്മൾ തുറന്നിട്ട് ഇങ്ങനെ വയ്ക്കുവേ. വെള്ളം കുടിച്ചോ? നല്ലതാ. വെള്ളവും ബിസ്ക്കറ്റൊക്കെ ഇടയ്ക്ക് കഴിക്കണം, നല്ലതാ. ഒരു എനർജി ലെവൽ വരട്ടെ. ഓക്കെ, അപ്പൊ ഇത് നമ്മളിങ്ങനെ വയ്ക്കും. ഇതിനകത്ത് ഒരു ഡൈസ് ഉണ്ട്. ഓക്കെ, ആ ഡൈസ് നമ്മളിങ്ങനെ ഇടുമ്പോ അതിനകത്ത് ഒരു നമ്പർ വരും. ആ നമ്പറിൽ ഇപ്പൊ 2 ആണെന്നുണ്ടെങ്കിൽ ഇതിന്ന് 2 എടുക്കണം. വീണ്ടും എന്റെ ബുദ്ധിപൂർവ്വമായിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള കുറച്ച് ടാസ്ക് ഇതിനകത്തുണ്ട്. അപ്പോൾ അത് എടുത്തിട്ട് അതിൽ എന്താണോ അത് ഇരുന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണം. ഗൈസ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൽ എഴുതിയിട്ടുള്ള എല്ലാ ഡൗട്ടിലും ഏതെങ്കിലും വാരിക്കുഴി ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. അത് എഴുതി വെച്ചുള്ള ആൾ ആരാന്നുള്ളത് ആരെഴുതിയത്? ഏതോ ഒരാൾ. ഇതിൽ എന്ത് ഉടായ്പുണ്ട് എഴുതിയതാണെങ്കിലും അത് ചേച്ചിയായിരിക്കും ഉറപ്പ്. സ്പെല്ലിംഗ് പഠിച്ചോണ്ടോ അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്പർ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം. ഓക്കെ, പ്രാർത്ഥിച്ചിട്ടോ. ഇതിലെങ്കിലും രക്ഷപ്പെട്ടെ. 6 5 അവിടുന്ന് ശരി വരുന്ന 5 പറയുമ്പോ ഞാൻ നോക്കട്ടെ. 5 പ്രാവശ്യം പറയണം. പെട്ടെന്ന് പെട്ടിപ്പുറത്ത് പെട്ടിപ്പോയി. ഇടിവെട്ടിയവനെ വീണ്ടും വീണ്ടും പാമ്പടിക്കുന്നു. ഇന്നാ നോക്കി വായിച്ചാൽ മതി. കണ്ടിസ്റ്റാണ്. 5 പ്രാവശ്യം വായിച്ചാൽ മതി. പെട്ടെന്ന് പെട്ടിപ്പുറത്ത് പെട്ടിപ്പോയി. ഓക്കെ, 5 ടൈംസ് പറയാം. പെട്ടെന്ന് പെട്ടിപ്പുറത്ത് പെട്ടുപോയി. പെട്ടെന്ന് പെട്ടിപ്പുറത്ത് പെട്ടുപോയി. പെട്ടെന്ന് പെട്ടിപ്പുറത്ത് പെട്ടുപോയി. അതിനെങ്കിലും ജയിച്ചല്ലോ. ഇനി ഞാനാ നോക്കാൻ പോകുന്നു. ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ. ഇരുന്നോ, ഇത് കഴിഞ്ഞിട്ട് കാണണം. ഇനി രേണു ഇങ്ങനെ ഇട്ടാ മതിയാ? കൊള്ളാം. 5 തന്നെ വന്ന 3 ഞാൻ തരാം. പണി ഇതിൽ കൊറേ 3 ഉണ്ടല്ലോടാ. ഒരുപാട് 3ഓ? അതെന്തര്? ഇതിന് എന്താണാവോ? ഇത് ടൈപ്പ് ഓഫ് സ്മൈൽസ് ആണ്. ഒരു 5 ടൈപ്പ് ഓഫ് സ്മൈൽ നീ അഭിനയിച്ച് കാണിക്കണം. 1 2 3. അത് റെപ്പിറ്റേഷനാ? ഇല്ല. അങ്ങനെ ഇല്ല. ഇല്ല, ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ 2 മുദ്ര ശ്രദ്ധിക്കണം. അങ്ങനെ പറയുന്നത് 3 ആയേ. 4. അപ്പൊ ശരി, അന്ന് അടുത്തത് വെറൈറ്റി. ഓക്കെ ശരി, 4 വേറെയാണേ. 3 ഓക്കെയാണേ. ഏതാ സ്മൈൽ? അത് ഇളിച്ചതാ. ഇല്ല, അടുത്തത് ഒരെണ്ണം കൂടെ ഉണ്ടല്ലേ. കൊലച്ചിരി. നമ്മള് കൊറേ നേരം ഒരെണ്ണം കൂടി ലാസ്റ്റ്. കരഞ്ഞോണ്ട് ചിരിക്കട്ടെ. അത് വെറൈറ്റി ആണേ. അത് വെറൈറ്റിയാ. ഇല്ല, കരഞ്ഞോണ്ടുള്ള ചിരി വരണില്ല. നീ ചെയ്തില്ലെങ്കിൽ അവന് പാസ്സാവോ? അയ്യോ, അന്ന് ഞാൻ ചെയ്യത്തില്ല. പാസ്സോടെ പാസ്സിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ ഫൈൻ. ഗെയിം ഇനി അടുത്തത്. അടുത്തല്ലേ 2 എന്തോ ഉണ്ട്.
എല്ലാം ഇരുന്ന് പറഞ്ഞ ഒരു രസം ഉണ്ടാവില്ലടാ. പറ. എന്താണ്? അതൊന്നും നിന്ന് പറയട്ടെ. അത് തലയടിച്ച് പൊട്ടിക്കാനാണോ? അല്ല, അതായത് കാണാൻ ലുക്കില്ലെന്നുള്ളൂ. ഇറ്റ്സ് എ മൂവി ഡയലോഗ്. ഭയങ്കര ബുദ്ധിയാണ് ഇത്. ഡിഫറെന്റ് ഇമോഷൻസ് നീ പറയണം. നിന്നിട്ട് പറയാ, എന്നാലും ഭംഗി ഉണ്ടാവുള്ളൂ അല്ലേ? അല്ലേ? അതായത് നമുക്ക് ഇനി വരാൻ പോകുന്ന ആ ഡൈസിൽ ഏതായിരുന്നു 2 അല്ലേ? അതിനകത്തുള്ള സംഭവം കാണാൻ ലുക്കില്ല, കാണാൻ ലുക്കില്ലെന്നുള്ളൂ. ഭയങ്കര ബുദ്ധിയാണ്. അപ്പൊ അത് ഡിഫറെന്റ് ഇമോഷൻസ്. കരച്ചില്, റൊമാൻറ്റിക് ആയിട്ട്, ചിരിച്ചിട്ട് പറയാൻ ഈസി ആയിട്ട് പറയാം. ഷൈ ആയിട്ടില്ല, ആദ്യം ഷൈ പറയാം. ഓക്കെ, റെഡിട്ടാ? ഷൈ അല്ലേ? ഇങ്ങനെയാണോ നെഞ്ചും ഞാൻ റെഡി, ഞാൻ പ്രിപ്പയർ ചെയ്തല്ലേ. റെഡി? ഓക്കെ. കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധി. ഒന്നോ ഓക്കെ. ഇനി അടുത്തത് സങ്കടത്തോടെ അല്ലേ? എന്നുവെച്ചാ കരഞ്ഞു പറയണം. ഓക്കെ. ഇത് അവിടെ ചിരിപ്പിക്കുന്നു. ഓക്കെ. എന്നുവെച്ചാലേ കരഞ്ഞ് നമ്മളങ്ങ് ചവാറായി. അതിനെ അതെ. അയ്യോ അതേന്നാ. അല്ല, അങ്ങനെ സ്റ്റാർട്ടിങ് നെഞ്ചു പൊട്ടി കരഞ്ഞ് ശ്വാസം കിട്ടാതെ എന്റെ ഇടയിൽ കൂടെ പറഞ്ഞേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിൽ വരുന്ന ഒരു സിറ്റുവേഷനിൽ വന്ന് പറയുമ്പോ ഹാർട്ടൊക്കെ പോകും. ശരി. ആർക്കവിടെ കോൾഡ് ഉള്ളത്? ഓക്കെ അല്ലേ? ഞങ്ങൾ ഓക്കെ. ഞാൻ ഓക്കെ. ഓക്കെ. ചിരിപ്പിക്കുന്ന കേട്ടോ എന്നെ. ഞാൻ നോക്കണല്ലോ. പറഞ്ഞു. കാണാനേ ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. എന്നിട്ട് ഇങ്ങനെയാണ് കരയുമ്പോ നിന്റെ മുഖത്തിന്റെ എക്സ്പ്രഷൻ. എന്റെ എക്സ്പ്രഷൻ ഇങ്ങനെ വരുന്നേ. ഇനി 2 മൊത്തം കിളിപോയ അവസ്ഥയിൽ ചിരിച്ചു ഉല്ലസിച്ച് ആ ഒരു ഇതില്. ഓക്കെ. കാണാനോ ലുക്കില്ലെന്നുള്ളൂ. ഇത് മറ്റേ സൈല. സിമ്പിൾ അല്ലേ? ലേഡീസിന്റെ അടുത്ത് പോയിട്ട് പറയുന്നത് ഇതാ. അങ്ങനെ സിമ്പിൾ. ഫുൾ ഇങ്ങനെ ചിരിച്ചു പൊട്ടി ആ ഒരു ഇത്. ഇടയ്ക്ക് വേണേ നീ ചിരിച്ചോ. കാണാനോ ലുക്കില്ലെന്നുള്ളൂ, ഭയങ്കര ബുദ്ധിയാണ്. അടിപൊളി. കൊല്ലടാ കൊല്ലേ. വേഗം പോവാം. രണ്ട് വന്നതാണ്. വേറെ കൂടെ എടുക്കാം. ഒരെണ്ണം കൂടി ഉണ്ട്. ഇതും ഇവന് കൊടുത്ത സംഭവം തന്നെ വന്നോ. ഇരുന്നോണ്ട് പറയിപ്പിക്കല്ലേ? അതൊന്നല്ല. ഡിഫറെന്റ് എക്സ്പ്രഷനിൽ വട്ടാണല്ലേ? പറ. ഡിഫറെന്റ് എക്സ്പ്രഷനിൽ വട്ടാണല്ലേ? എക്സ്പ്രഷനിൽ വട്ടാണല്ലേ? നമ്മുടെ രേവതി ചേച്ചി ചോദിക്കുന്ന സംഭവം. ചിരിച്ചും കരഞ്ഞും ദേഷ്യപ്പെട്ടും അവനോട് ചോദിച്ചു. അങ്ങോട്ട് ചോദിക്കണോ? ചിരിച്ചോണ്ട് കരഞ്ഞോണ്ട് ഹെവി ടെമ്പർ ദേഷ്യത്തില്. ആദ്യം ചിരിച്ചോണ്ടോ? വട്ടാണല്ലേ? പിന്നെന്തുവാ? കരഞ്ഞോണ്ട് വട്ടാണല്ലേ? ഭയങ്കര എക്സ്ട്രീം ദേഷ്യത്തില് വട്ടാണല്ലേ? മതി. ഇനി അടുത്ത് പൊട്ടിച്ചാത്തനോ? 4. അയ്യോ, ഇത് ഞാൻ ചെയ്യിപ്പിച്ചത് ഇവനെ കൊണ്ട്. എന്നാലും ഒരു സംഭവം ഞാൻ പറയാം. അല്ല, വേറൊരു സംഭവം ഞാൻ പറയാം. കയ്യിന്നെടുത്തിട്ട് പറയാം. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. വളരെ ഫണ്ണി ആയിട്ട് വെറൈറ്റി ആയിട്ട്. ഇപ്പൊ റൂൾസ് ഒന്നും ഇല്ലാത്തൊരു ദിവസമാണെന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? ഫണ്ണി ആയിട്ടുള്ള കാര്യം. ഒറ്റടി ഒന്നുണ്ടല്ലോ, കുറച്ച് പോസിറ്റീവ് ആയിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള. നീ റൂൾ ഇല്ലാത്ത ദിവസം വരുമ്പോൾ ഉറങ്ങുള്ളൂ. ഞാൻ ജോലി ഇല്ലാത്തപ്പോ എന്ത് ചെയ്യുന്നല്ല ചോദിച്ചത്. ഒരു റൂളില്ല. ഒരു ദിവസം എടുത്തപ്പോൾ നോ റൂൾസ് നത്തിങ്. ആ ഒരു ദിവസം അങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടിയാൽ നീ എന്ത് ചെയ്യും? എന്തൊക്കെ ചെയ്യും? അത് ഏറ്റവും ഫണ്ണി ആയിട്ട് അട്രാക്റ്റീവ് ആയിട്ട് പറയാം. ഒരു 3 പോയിന്റ് പറഞ്ഞാൽ മതി. 3 പോയിന്റ്. ബാത്റൂം പോകും, കുളിക്കും, തല കഴുകുന്നൊന്നും അല്ല. കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട്. ബോയ്സ് ട്രിപ്പ് ബോയ്സ് ട്രിപ്പ് പോകാൻ പാടില്ല. അപ്പൊ റൂളും റൂൾസും ഒന്നും നിനക്ക് ബാധകല്ല. അപ്പൊ അത് ഫണ്ണി ആയിട്ട് നിനക്ക് പറയാനൊന്നുമില്ല. എന്ത് ഫണ്ണി ചെയ്യുന്നതേ ഫണ്ണിയായിരിക്കും. ആ ക്വസ്റ്റിനെ നീ മിണ്ടണ്ട. വേണ്ട, നീ പറയണ്ട. നിനക്ക് മര്യാദയ്ക്ക് ഒരു സാധനം തന്നപ്പോ എനിക്ക് റൂളൊന്നുമില്ല. എന്തുന്നാ, 1-ാം തീയതി മാത്രം കിട്ടില്ലെന്നല്ലേ ഉള്ളൂ. ഞാൻ വേറൊരു സാധനം തരാം. കിട്ടുവാടാ. തലേദിവസം കേക്ക്. തുളസി തൊട്ടിൽ തൊട്ടു തുളസി.
സ്പീഡ് പറ. എനിക്ക് മാത്രം ഈ ടങ്ക് സാധനം തരുന്നു. ഞാൻ മര്യാദയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നില്ലേ? അപ്പൊ നീ വേറെ വേറെ സംഭവം വേറെ തരണോ? എന്നാ ചായ പറ്റിയിട്ട് ഒരു 3 ലൈൻ പാട്ട് പാടും. ചായ പറ്റില്ലേ? ചായ പറ്റിയിട്ട് ഒരു പാട്ട് നിന്റേതായ രീതിയിൽ ഇപ്പൊ ലിറിക്സ് എഴുതി പാടിക്കോ. ഞാൻ ചായ പറ്റി പാട്ട് പാടിയ പോലെ ഏതെങ്കിലും. ചായയുടെ പാട്ട് ആർക്കും പാടാം. നീ ഉണ്ടാക്കി പാടിട്ട് ചായയിൽ ആഡ് ചെയ്ത് മാത്രം മതിയല്ലേ? ചായ വന്നാ പോലെ ചായനെ കുറിച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് പാട്ട് പാടാൻ പറഞ്ഞു. ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് വരും എന്റെ ചായ എന്റെ ഓടൊന്നും മിണ്ടാൻ. ചായ എന്റെ ചായ നീ എന്ന് വരും എന്നോട് മിണ്ടാൻ. എനിക്ക് കിട്ടുന്നില്ലെങ്കിലും ചായ കുടിച്ചാൽ നമുക്ക് തോട്ട്സ് വരുമല്ലോ, അങ്ങനെ നമുക്ക് കിട്ടുമല്ലോ. അതുകൊണ്ട് പിന്നെ വേണമെങ്കിൽ ഞാൻ നിന്നെ എക്സ്ക്യൂസ് ചെയ്യാം. ബാക്കി നാട്ടുകാർ നോക്കിക്കോളും. അടുത്തത് വലിയ പണിയത്. ഇല്ല, ഇത് ഞാൻ നോക്കട്ടെ, ചിലപ്പോ ചോദിച്ചു തന്നെ ആയിരിക്കും. സിമ്പിൾ ആടാ. ബേബി വോയിസിൽ സംസാരിച്ചാ മതി. ബേബി വോയിസിലോ? സിമ്പിളാ. അത് അവന് കിട്ടണ്ടായിരുന്നു. അതേന്ന്. എന്നാ അവന് ഞാൻ കൊടുക്കുക. അത് നീ പാസ് കൊടുത്ത അവന് വേണമെങ്കിൽ എടുക്കാം. അമ്മ അമ്മ എന്താ ചെയ്യണ? അല്ലേ കറക്റ്റല്ലേ? ബേബി വോയിസിൽ സംസാരിക്കുക. 2 വാക്ക് ചോദിച്ചോണ്ട് നിർത്തല്ലേ. അമ്മ പാപ്പം വേണോ? അമ്മ കൈ മാറ്റി, ക്യാമറ കിട്ടണം. അത് വെച്ചാൽ അവനാ കുഞ്ഞു വോയിസ് കിട്ടും. പിള്ളേരെ പോലെ സംസാരിക്കണം. ബോഡി ലാംഗ്വേജ് ഒക്കെ കൈ കെട്ടിട്ട് സ്കൂളിൽ പോണൊന്നുമല്ല. കുട്ടി കരയുന്നില്ല. കുട്ടി കരയും, ബേബി കരയും. എന്റെ ബേബി കരയൂല, നീ കരയാന്ന് പറഞ്ഞാൽ മതി. സൗണ്ട് ഒക്കെ മാറി സംസാരിക്കണല്ലേ? ഞാനില്ലേ രാവിലെ സുരേഷിന്റെ വീട്ടിൽ പോയപ്പോ അവൻ പറഞ്ഞു പാപ്പൻ തരില്ല. മതി, ഇതൊക്കെ വേറെ ഇതൊക്കെ ഇത് വേറെ ലെവലിലൊക്കെ പോകട്ടോ. ആവശ്യമില്ല കണ്ടന്റ്. ഓക്കെ, അപ്പൊ then let's finish it off. Okay, fine. So guys, thank you so much. നല്ല അടിപൊളി ഇന്റർവ്യൂ, അടിപൊളി സെക്ഷൻ, ഗെയിംസ് ഒക്കെ സംഭവം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതുപോലെ നിങ്ങൾ എൻജോയ് ചെയ്തു. വിശ്വാസം ഇവിടെ മൊത്തത്തിൽ ഒരു പോസിറ്റീവ് വൈബ് സ്പ്രെഡ് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും, ക്യാമറ ടീമിനും രേണുവിനും പ്രതീക്ഷനൊക്കെ ഒരുപാട് നന്ദി. സോ ഗൈസ്, കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. പേജ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഈ വീഡിയോ എത്രയും വേഗം വരുന്നതാണ്. ഇല്ലെങ്കിൽ ക്യാമറമാൻ്റെ ഭാഗം സ്പെഷ്യൽ ട്രീറ്റ് തരുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളായിട്ട് ചായ് ടോക്സ് വിത്ത് വൈബ് കൂട്ട് വേറെ ഗസ്റ്റായിട്ട് ദേവുവിനെ കാണാം. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്, കീപ് ഗോയിങ്, ലവ് യു ഓൾ, ബൈ. താങ്ക് യു സോ മച്ച്.